1942 രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. യൂറോപ്പിനെയും ലോകത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് ജർമ്മൻ പട്ടാളം ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടം. കീഴടക്കപ്പെട്ട സകല ജനങ്ങളുടെയും വസ്തുവകൾ ബലാത്കാരമായി പിടിച്ചെടുത്ത ശേഷം അവരെ തടങ്കൽ പാളയത്തിൽ അടച്ചിടുകയാണ് പതിവ്. പിന്നീട് വിസ്താരം നടത്തുകയോ അല്ലാതെയോ അവരെ വധിക്കുകയും ചെയ്യും. ഇതിനിടെ തടങ്കൽ പാളയത്തിൽ നിന്നും 10 തടവുകാർ എങ്ങനെയോ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഹാജരെടുത്തപ്പോൾ 10 തടവുകാരുടെ കുറവ് പട്ടാളം കണ്ടുപിടിച്ചു. ഓടിപ്പോയ 10 പേർക്ക് പകരം തടങ്കൽ പാളയത്തിൽ കിടക്കുന്ന 10 പേരെ വധിക്കുവാൻ പട്ടാള മേധാവി ഉത്തരവ് നൽകി. വധത്തിന് വിധിക്കപ്പെട്ടവരിൽ ഗിയോണിക് സേദക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. ഡോക്ടർ സേദക് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പറക്കമുറ്റാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും യുവതിയായ ഭാര്യയെ ഓർത്ത് സേദക് വാവിട്ട് കരയുവാനായിട്ട് തുടങ്ങി. കണ്ണുനീരൊഴുക്കി വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന സേദക്കിന്റെ അടുക്കിലേക്ക് ഒരു കത്തോലിക്ക പട്ടക്കാരൻ കടന്നു വന്നു. പട്ടക്കാരൻ തടങ്കലിലുള്ളയാളാണ്. എന്നാൽ അദ്ദേഹം വധത്തിന് വിധിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുള്ള ആളല്ല. ഈ പട്ടക്കാരൻ പറഞ്ഞു, ഡോക്ടർ സേദക്, ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് മരിക്കുവാൻ സന്നദ്ധനാണ്. അതിന് നിങ്ങൾ എന്നെ അനുവദിക്കുക. പട്ടാള മേധാവിയോട് ഞാൻ സംസാരിക്കാം. ഡോക്ടർ സേദക്കിന് പകരം മരിക്കുവാൻ താൻ സന്നദ്ധനാണെന്നും അതിന് തന്നെ അനുവദിക്കണമെന്നും പട്ടക്കാരൻ പട്ടാള മേധാവിയോട് അപേക്ഷിച്ചു. പട്ടാള മേധാവി അതിന് അനുവദിച്ചു. ഡോക്ടർ സേദക്കിനെ പട്ടാള തടങ്കിൽ നിന്ന് മോചിപ്പിച്ചു. പകരം പട്ടക്കാരനെ ബന്ധിച്ച് കാർബോളിക് ആസിഡ് എന്ന മാരക വിഷം കുത്തിവെച്ച് ആണ് തടവുകാരെ വധിച്ചിരുന്നത്. പട്ടക്കാരന്റെ ശരീരത്തിലും കാർബോളിക് ആസിഡ് കുത്തിവെച്ച് അസംഖ്യമായ വേദന കൊണ്ട് ഈ പട്ടക്കാരൻ പിടഞ്ഞ് മരിക്കാറായി. ആ പട്ടക്കാരനെ നോക്കിക്കൊണ്ട് ഡോക്ടർ സേദക് പറഞ്ഞു, ഫാദർ, താങ്കൾ ബന്ധനസ്ഥനായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി. താങ്കൾ മരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കിയാൽ അവൻ നമുക്ക് പകരക്കാരനായി തീർന്നത് കൊണ്ട് ഹല്ലേലൂയ, ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ മേലുള്ള അടിമതുകങ്ങൾ അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുക. അവൻ ബന്ധനസ്ഥനായിക്കൊണ്ട് ഹല്ലേലൂയ, ആമീൻ, ബന്ധനസ്ഥനായ നിനക്ക് ദൈവം വിടുതൽ നൽകി. മനസ്സിലായവർ, നമ്മുടെ മേലുള്ള ചില വിധികളുടെ മരണവിധികളുടെ മേലെഴുത്തിനെ അവിടുന്ന് ക്രൂശിൽ മായിച്ചു കളഞ്ഞു. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. രോഗമില്ലാത്തവൻ നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനായി രോഗത്തിന്റെ മേലെഴുത്തുകളെ അവൻ മായിച്ചു. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഫാദർ കോൾബ മരിച്ചതുകൊണ്ട് ഡോക്ടർ ഗിയോണിക് സേദക് സ്വതന്ത്രനായി. ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ
ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള ശിക്ഷാവിധിയുടെ മേലെഴുത്തിനെ നീക്കിക്കളഞ്ഞ് മരണപാശങ്ങളെ അഴിച്ച് പാതാള വേദനകളെ മാറ്റി ദുഷ്ട സാത്താന്റെ നുകങ്ങളെ തകർത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജയത്തിനായി ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്.